രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ രാമേശ്വരം ടെമ്പിളിലേക്കാണ് യാത്ര ചെയ്തത്. അവിടെ നിന്നൊരു ടാക്സി വിളിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ രാമേശ്വരത്ത് വെസ്റ്റ് ഗേറ്റാണ് എത്തിയത്. വെസ്റ്റ് ഗേറ്റിന് അടുത്തുള്ള മാൻ പാർക്ക് എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് ഞങ്ങൾക്ക് റൂം സെറ്റായത്. 1500 രൂപയാണ് ഞങ്ങൾക്ക് റൂമിന് ചാർജ് ചെയ്തത്. 3 ബെഡും ഒരു എക്സ്ട്രാ മാട്രസും കൂടി ഞങ്ങൾ ചോദിച്ചു. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു. ലഗേജൊക്കെ ഇറക്കി അടുത്തുള്ള അന്നപൂർണ ഹോട്ടലിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ എത്തിയത്. ലഞ്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ നേരെ ദർശനത്തിനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് ആദ്യം ഞങ്ങൾ അഗ്നിതീർത്ഥം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയത്. ഇവിടുന്ന് കടലിൽ മുങ്ങി കയറിയിട്ട് വേണം ഞങ്ങൾ അടുത്തത് തീർത്ഥസ്ഥാനത്തേക്ക് പോകാൻ. ഞങ്ങൾ എത്തിയതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അതുകൊണ്ട് പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കടലിലെ സ്നാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നോർത്ത് ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു. അവിടെയാണ് 22 കിണറിലെ തീർത്ഥസ്നാനം ഉള്ളത്. അവിടെ തൊട്ടടുത്ത ഒരു ഗണപതി ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ തൊഴുത് ഞങ്ങൾ നേരെ നോർത്ത് ഗേറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് വീക്ക് ഡേയ്സിൽ അധികം തിരക്കില്ല എന്നും വീക്കെൻഡ്സിൽ നല്ല തിരക്കാണെന്നാണ് കേട്ടത്. ഈ കാണുന്നതാണ് നോർത്ത് ഗേറ്റ്. നമ്മൾ ഇതിനകത്തേക്കാണ് പോകേണ്ടത്. ഗോപുരത്തിൻ്റെ പുറത്തെ വിഷ്വൽസ് മാത്രമേ എനിക്ക് എടുക്കാൻ സാധിച്ചുള്ളൂ. കാരണം അകത്ത് മൊബൈൽ ഫോണും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നിരോധിച്ചിരിക്കുകയാണ്. അകത്ത് കയറി ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 22 തീർത്ഥക്കിണറിൽ നിന്ന് സ്നാനം കഴിഞ്ഞ് തിരിച്ച് ലോഡ്ജിൽ പോയി ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരമാണ് ഞങ്ങൾ ദർശനത്തിനെത്തിയത്. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തൊഴുതു. വലിയ തിരക്കില്ലാത്ത കാരണം നല്ല രീതിയിൽ തന്നെ തൊഴുതു. വൈകിട്ട് ഇവിടുത്തെ വിഷ്വൽസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്പലത്തിനകത്ത് എല്ലാ ഭാഗത്തുനിന്നും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈ കാണുന്നതാണ് ആയിരങ്കാൽ മണ്ഡപം എന്നറിയപ്പെടുന്നത്. ഇവിടുന്ന് നല്ല വിഷ്വൽസാണ് കാണാൻ സാധിക്കുക. ഇതിൻ്റെ തൊട്ടടുത്താണ് ദേവി പ്രതിഷ്ഠ. അങ്ങനെ ഞങ്ങൾ അകത്തെ ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. ചുറ്റും നടന്ന് കാണാൻ അത്രമാത്രം കാഴ്ചകളാണ് ഉള്ളത്. ഓരോ തൂണിലും കൊത്തുപണികളും സീലിങ്സിലൊക്കെ പെയിൻറ്റിങ്ങുകളും കണ്ട് സമയം പോണത് അറിയില്ല. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തുള്ള ഹോട്ടലിൽ കയറി രാത്രിക്കുള്ള ഡിന്നർ കഴിക്കാമെന്ന് വെച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ മസാല ദോശയും ഇഡ്ഡലിയും പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പുറത്ത് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ റൂമിലേക്ക് എത്തി. ഇന്നത്തെ കാഴ്ചകൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.